ഇളമ്പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് സമീപത്തു നിന്നുമാണ് ഞങ്ങൾ സാധാരണയായി തീർത്ഥയാത്രകൾ ആരംഭിക്കാറ്. പതിവ് തെറ്റിക്കാതെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായി ഇവിടെ നിന്നും പുറപ്പെട്ടു. നമസ്കാരം, AE മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കല്യാണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. പാലക്കാട് നിന്നും 10 കിലോമീറ്റർ തെക്കുകിഴക്കും കോയമ്പത്തൂരിന്റെ തെക്ക് പടിഞ്ഞാറുമായി ശോകനാശിനി നദിയുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊടുമ്പ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പഴനി മുരുകന്റെ പകുതിയായി കണക്കാക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം തമിഴ് ശൈലിയിലാണ് പണിതിരിക്കുന്നത്. തമിഴ് ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്ര ഗോപുരം കടന്ന് ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കൊടിമരത്തിന്റെ സമീപത്തായിട്ടാണ് എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 കൊടിമരം കാണാവുന്നതാണ്. മുൻപ് ഇത് ശിവക്ഷേത്രമായിരുന്നു എന്നും പിന്നീട് ഇത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ആയി മാറിയതാണ് എന്നും പറയപ്പെടുന്നു. കൊടിമരവും കടന്നു വേണം നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യപ്രകാരം വിജയനഗര കാലത്ത് തമിഴ് നെയ്ത്തുകാരുടെ മേൽ കനത്ത നികുതി ചുമത്തിയിരുന്നതിനാൽ സെങ്കുന്തർ കൈക്കോല മുതലയാരുടെ കുടുംബങ്ങളിൽ ചിലർ കാഞ്ചീപുരത്ത് നിന്ന് പാലക്കാടിനടുത്തുള്ള കൊടുമ്പിലേക്ക് മാറി നെയ്ത്ത് വ്യവസായം ആരംഭിച്ചു. അവർ നെയ്ത വസ്ത്രങ്ങൾ കാളവണ്ടികളിൽ കയറ്റി കോയമ്പത്തൂരിനടുത്തുള്ള അവിനാശി പട്ടണത്തിൽ കൊണ്ടുപോയി തുണിത്തരങ്ങൾ വിറ്റിരുന്നു. അവിടെ നിന്ന് നെയ്ത്തിന് ആവശ്യമായ സാമഗ്രികൾ വാങ്ങി കൊടുമ്പിലേക്ക് മടങ്ങിയിരുന്നു. ഒരിക്കൽ അവർ അവിനാശിയിൽ നിന്നും കൊടുമ്പിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഞാൻ വരുന്നു എന്നൊരു ശബ്ദം കേട്ട് ചുറ്റും നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് വീണ്ടും വണ്ടിയിൽ കയറാൻ സെങ്കുന്തർമാർ തയ്യാറായെങ്കിലും കാളവണ്ടി അവിടെ നിന്നു. അവർ പല ശ്രമങ്ങളും നടത്തിയിട്ടും കാള വണ്ടിയുമായി മുന്നോട്ടു പോകാൻ വിസമ്മതിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ വരുന്നു എന്ന ശബ്ദം വളരെ വ്യക്തമായി കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് സെങ്കുന്തർമാർ നോക്കി. കുറ്റിക്കാട്ടിൽ ഒരു കല്ല് തിളങ്ങുന്നുണ്ടായിരുന്നു. വെളിച്ചത്തിൽ ആശ്ചര്യപ്പെട്ട അവർ കല്ല് എടുത്ത് അവരുടെ കെട്ടുകളിലൊന്നിൽ ഉറപ്പിച്ചു. അടുത്ത നിമിഷം കാള വണ്ടിയുമായി മുന്നോട്ട് നീങ്ങി തുടങ്ങി. കൊടുമ്പിലേക്ക് മടങ്ങിയെത്തിയ സെങ്കുന്തർ ശിവക്ഷേത്രത്തിൽ ഒരു അദ്വിതീയ ശ്രീകോവിലുണ്ടാക്കി അവിടെ ഈ കല്ല് സ്ഥാപിച്ച് സെങ്കുന്ത കൈക്കോളർ സമുദായത്തിന്റെ കുലദേവതയായ സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം ശിവപെരുമാൾ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തിയിരുന്ന കുറൂർ ദേശക്കാരൻ അരുന്തൻ നമ്പൂതിരി സുബ്രഹ്മണ്യസ്വാമിക്ക് പൂജകൾ നടത്താമെന്ന് പറഞ്ഞെങ്കിലും തമിഴ് രീതിയിലുള്ള പൂജ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ആരെങ്കിലും നടത്തണമെന്ന് പറഞ്ഞ് സെങ്കുന്ത കൈക്കോളർ കുടുംബം സ്വീകരിച്ചില്ല. എന്നാൽ നമ്പൂതിരി അതിന് സമ്മതിച്ചില്ല. നമ്പൂതിരിമാർ പാലക്കാട് രാജാവിനോട് പൂജ നടത്താൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ പാലക്കാട് രാജാവ് അവിടെ വന്ന് ഇരുവശത്തും സന്ധി ചെയ്തു. 2 വിഭാഗത്തിനും സന്ധി അസ്വീകാര്യമായാൽ ഇരുവിഭാഗവും ക്ഷേത്രത്തിന്റെ വടക്കേ ഗോപുരത്തിൽ കുംഭം ചാർത്തണമെന്ന് പറഞ്ഞു. കൂടാതെ പാലക്കാട് സിംഹാസനത്തിലെത്തുന്നവർ സുബ്രഹ്മണ്യനെ പതിവായി ആരാധിക്കണമെന്ന് പാലക്കാട് രാജാവ് ഉത്തരവിട്ടു. സെങ്കുന്ത കൈക്കോളർക്ക് വേണ്ടി മധുരയിൽ നിന്ന് മാണിക്യവാചകറിന്റെ വംശാവലിയെ കൊടുമ്പിലേക്ക് കൊണ്ടുവന്നു. തമിഴിൽ പാടി ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുവന്നു. നമ്പൂതിരിമാർ ഏതോ മന്ത്രവാദം ചെയ്ത് ഒരു ജനക്കൂട്ടത്തെ കൊണ്ടുവന്നു. ബാലന്റെ കുടുംബത്തെ കൊണ്ടുപോകാൻ നമ്പൂതിരിമാർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ രാജാവ് തമിഴിൽ പതിവായി ആരാധിക്കാൻ ഉത്തരവിട്ടു.
മത്സരത്തിൽ വിജയിക്കാത്ത നമ്പൂതിരി തൻ്റെ ഭൂമിയുടെ ഒരു ഭാഗം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് ദാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്ക് പകരമായി പ്രഗത്ഭരായ മുതലാളിമാർ അക്ഷതൻ നമ്പൂതിരിയുടെ കുറൂർ മന്ദിരത്തിൽ വർഷത്തിൽ 4 തവണ സംഭാവനകൾ സമർപ്പിച്ചു. മുരുകന്റെ പ്രതിഷ്ഠാദിനത്തിലും ക്ഷേത്രത്തിലെ നവരാത്രി ദിനത്തിലും വർഷത്തിൽ 4 തവണ ഇങ്ങനെ സംഭാവന നൽകുന്നു. ക്ഷേത്രത്തിന്റെ ഗോപുരം, രഥങ്ങൾ, അറകൾ എന്നിവ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സുബ്രഹ്മണ്യസ്വാമി തൻ്റെ 2 ഭാര്യമാരായ വള്ളി, ദേവസേന എന്നിവരോടൊപ്പം നിൽക്കുന്നു. ശിവൻ, ഉമാദേവി, പരശുരാമൻ, കൃഷ്ണൻ, ശാസ്താവ്, ഭൈരവൻ എന്നിവർക്കും ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. സെങ്കുന്ദർ കൈക്കോളറിന്റെ പൂർവികരായ സെങ്കുന്ദ നവവീരൻ, വീരബാഹു എന്നിവരുടെ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട്. തുലാമാസത്തിൽ ആഘോഷിക്കപ്പെടുന്ന വാർഷിക ഉത്സവമാണ് ശൂരസംഹാരം. ഇത് അമാവാസി നാളിൽ ആരംഭിച്ച് സ്കന്ദഷഷ്ടിയിൽ അവസാനിക്കുന്നു. സ്കന്ദപുരാണം അനുസരിച്ച് മുരുകൻ തൻ്റെ വേലുപയോഗിച്ച് ശൂരപത്മനെ വധിച്ചു. ഈ വിജയത്തിന്റെ ഭക്തിനിർഭരമായ ആഘോഷമാണ് ശൂരസംഹാരം. സുബ്രഹ്മണ്യനും അസുരന്മാരും തമ്മിലുള്ള ആചാരയുദ്ധമാണിത്. ആന മഹാശൂരൻ, സിംഹമുഖൻ, ബാൻഗോപൻ, ശൂരപത്മൻ എന്നിവരുടെ കൂറ്റൻ പ്രതിമകളാണ് ഭക്തർ വഹിക്കുന്നത്. വീരബാഹുവിൻ്റെയും ബാലസുബ്രഹ്മണ്യന്റെയും കല്യാണ സുബ്രഹ്മണ്യന്റെയും വിഗ്രഹങ്ങൾ പ്രത്യേക രഥങ്ങളിലാണ് കൊണ്ടുപോകുന്നത്. മകരത്തിലെ ഭരണി നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് തൈപ്പൂയം ഉത്സവം. മകരമാസത്തിലെ ഭരണി നാളിൽ ആരംഭിച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് കൊടുമ്പ് രഥോത്സവം. തൈപ്പൂയത്തിന്റെ 7-ാം ദിവസമാണ് രഥോത്സവം ആഘോഷിക്കുന്നത്. ഞങ്ങൾ ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക.